ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് ഭീകരരുടെ വസതികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു പാകിസ്ഥാൻ. കൊടും കുറ്റവാളി ഹാഫിസ് സയ്യിദിന്റെ വസതിയിൽ കൂടുതൽ കമാൻഡോകളെ വിന്യസിച്ചു. നിരീക്ഷണത്തിനായി 1 കിലോമീറ്റർ ചുറ്റളവിൽ CCTVയും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഫയറിംഗ് പരിശീലനം നടത്തി. ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർണായക യോഗം ചേരും. ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന്. അതേസമയം തന്നെ അതിർത്തിയിൽ പാക് പ്രകോപനം, വെടിവെപ്പ് എന്നതുകൂടിയുണ്ടല്ലോ അബ്ദുൾ റഷീദ്. ശരത്ത്, തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും 7ാം ദിവസവും ഇത്തരത്തിൽ വെടി നിർത്തൽ കരാർ ലംഘിക്കുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകളിലാണ് ഇത്തരത്തിൽ പാക് സൈന്യത്തിന്റെ കൃത്യമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും ഈ കുപ്വ, അതോടൊപ്പം ബന്ദിപ്പൂർ മേഖലയിലും അതോടൊപ്പം ഈ അഗ്നൂർ മേഖലകളിലുമാണ് ഇന്ന് വെടിവെപ്പ് ഉണ്ടായത്. ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള സമീപനം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ആശങ്കാജനകമായി നിലനിൽക്കുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുടർ നടപടികൾ എടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള സമീപനം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്ത്യൻ സേനയും അതോടൊപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാനമായും ഈ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ഫയറിംഗ് പരിശീലനം ഇന്ത്യൻ നാവികസേന നടത്തുന്നുണ്ട്. ഗുജറാത്ത് തീരത്താണ് ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലനം ശനിയാഴ്ച വരെ തുടരും. പ്രത്യേകിച്ചും ഈ ദീർഘദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇപ്പോൾ ഇന്ത്യ പരീക്ഷിക്കുന്നത്. 1500 കിലോമീറ്റർ സ്ഥാനത്ത് വിക്ഷേപിക്കാൻ കഴിയുന്ന തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അറബിക്കടലിന്റെ വിവിധ മേഖലകളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഈ പാകിസ്ഥാൻ ഒരു ഇന്ത്യയുടെ തിരിച്ചടി ഭയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വ്യക്തമാകുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും കൊടും കുറ്റവാളിയായിട്ടുള്ള ഹാഫിസ് സയ്യിദിന് പ്രത്യേക കാവൽ പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ വസതിയിൽ കൂടുതൽ കമാൻഡോകളെ വിന്യസിക്കുകയും അതോടൊപ്പം നിരീക്ഷണത്തിനായി കിലോമീറ്റർ പരിധികളിൽ CCTV അടക്കമുള്ള കാര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായും പാക് കരസേന സുരക്ഷാ നടപടികൾ നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗം അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതു സമയത്തും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിരോധം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നുള്ളതാണ് ഒരു പൊതു താല്പര്യ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അല്പസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതി ആരംഭിക്കും. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, N കോട്ടീശ്വർ സിംഗ് എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ജമ്മു കാശ്മീരിൽ നിന്നടക്കമുള്ള പൊതു താല്പര്യ ഹർജികളാണ് പരിഗണിക്കുന്നത്. ഇതിൽ കോടതിയുടെ ഇടപെടലും നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും ഈ അന്വേഷണ ഏജൻസിയുടെയും അതോടൊപ്പം മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളുടെയും തിരച്ചിലുകൾ ഈ പ്രദേശത്തൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കോടതി പോവുകയാണെങ്കിൽ അതും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഇന്ത്യക്ക് വലിയ സപ്പോർട്ട് തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ അമേരിക്കയുടെയും അതോടൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു സമീപനം ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഇതോടൊപ്പം ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അബ്ദുൾ റഷീദിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPIM ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണം. കാരണം ഈ ഭീകരാക്രമണം, അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിനെതിരെ പാക് പിന്തുണയോടെ ഭീകരർ നടത്തുന്ന ഈ ആക്രമണത്തെ ലോകം അപലപിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തിനകത്തേക്ക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച പോലെയുള്ള പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത്തരം വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ്
പാർലമെൻറ്റ് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം CPIM ഒക്കെ ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പശ്ചാത്തലത്തിൽ ഒരു ഹർജി വരും. നേരത്തെ അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചു. ഇതിനിടയിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു, സുരക്ഷാ യോഗം പ്രത്യേകമായി ചേർന്നിരുന്നു. ഇന്ന് വീണ്ടും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ യോഗവും മറ്റു കാര്യങ്ങളും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടിയാലോചനകൾ? ശരത്ത്, തീർച്ചയായിട്ടും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെയും അതോടൊപ്പം മറ്റു നടപടികളുമായി ആസൂത്രണം ചെയ്യുന്നതിനും ഈ കരസേനയുടെയും അതോടൊപ്പം മറ്റു സേനാ നേതാക്കളും അതോടൊപ്പം പ്രതിരോധ മേഖലയിലുള്ള വിവിധ ആളുകളുടെയും നേതൃത്വത്തിലുള്ള യോഗം ഇന്നും ചേരുന്നുണ്ട്. അതിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം മറ്റു മന്ത്രിമാരും പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് കേരളത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ ഈ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചർച്ചകൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ശരി, അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. പാക് പ്രകോപനം, അതിർത്തിയിൽ പാക് പ്രകോപനം, വെടിനിർത്തലൊക്കെ ലംഘിച്ചുകൊണ്ട് പാക് പ്രകോപനം, വെടിവെപ്പ് ഉണ്ടാകുന്നു എന്നതുപോലെയുള്ള വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹാഫിസിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾക്ക് വലിയ സുരക്ഷ, കൂടുതൽ സുരക്ഷ പാക് സർക്കാർ ഒരുക്കുന്നത് പോലെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.